അനാസ്ഥയുടെ ഇരയോ എന്നുള്ളതാണ് ചോദ്യം. രണ്ട് ഭാഗങ്ങളുണ്ട് ഈ വിഷയത്തിൽ എന്ന് തന്നെ നമ്മൾ പറയണം. ഒന്ന്, ഇതൊരു അപകട മരണമാണോ, ഇതൊരു കൊലപാതകമാണോ, അതല്ല ഇതൊരു മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇരയാണോ എന്നുള്ളതാണ് ആദ്യം വ്യക്തമാക്കേണ്ടത്. ഇത് ഈ അനന്തുവിൻ്റെ കൊലപാതകം മാത്രം നമ്മൾ നോക്കിയാൽ അതൊരു കൊലപാതകമാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു അപകടമാണ്. ആ അപകടത്തെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒരു വിനീഷ് എന്ന് പറയുന്ന ഒരാളാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. അതാണ് വസ്തുത. കാരണം ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു കൃഷിയുടമയുടെ വിള സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട ഒരു പന്നിക്കെണിയോ അത്തരത്തിലുള്ളൊരു ഫെൻസിങ്ങിൽ നിന്നോ അല്ല ഈ അനന്തുവിന് ഷോക്കേറ്റിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. പകരം എന്താണ്? പകരം ഇത് അവിടെ കാട്ടുപന്നിയുടെ മാംസം ഇതേപോലെ ഷോക്ക് ഏൽപ്പിച്ച് കൊലപ്പെടുത്തി പന്നിമാംസം വിതരണം ചെയ്യുന്നൊരു മാഫിയ ഈ പ്രദേശങ്ങളിൽ സജീവമായിട്ടുണ്ടായിരുന്നു. അതിലെ ഒരാളാണ് വിനീഷ്. ഈ വിനീഷ് അവിടുത്തെ കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റി അംഗമാണ് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ആരോപണം. ഇന്ന് പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുമ്പോൾ അത് ആണെങ്കിൽ എന്താണ് എന്നുകൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബൂത്ത് കമ്മിറ്റി മെമ്പറാണോ അല്ലയോ എന്നുള്ളത് ഇവിടെ അപ്രസക്തമാണെന്നുള്ളതാണ് എൻ്റെ വാദം. കാരണം ഇനി അത് കോൺഗ്രസ്സുകാരനാണെങ്കിലും അല്ലെങ്കിലും ഒരു വ്യക്തി ചെയ്തൊരു ക്രിമിനൽ ഒഫൻസിൻ്റെ ഇരയാണ് യഥാർത്ഥത്തിൽ അനന്തു എന്നുള്ളതാണ് വാസ്തവം. എന്താണ് അയാൾ ചെയ്തത്? ഇത് അയാൾ മാത്രം അവിടെ ചെയ്യുന്നതാണോ? ഇത് ആദ്യമായിട്ടാണോ അയാൾ അവിടെ ചെയ്യുന്നത്? അവിടെയാണ് ഈ വിഷയത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരേണ്ടത്. ഇത് ഈ വിനീഷ് ആദ്യമായി ചെയ്യുന്നതല്ല എന്ന് നാട്ടുകാർ നമുക്ക് തന്നെ ബൈറ്റ് നൽകിയിട്ടുണ്ട്. ഇത് വിനീഷിനെ പോലെയുള്ള കുഞ്ഞു മുഹമ്മദിനെ പോലെയുള്ളവർ വഴിക്കടവിലെ ചില മനുഷ്യർ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. രണ്ട് രീതി. പക്ഷേ കേസുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ വന്നിട്ടില്ല. പോലീസിന്റെ ഭാഗത്ത് ചോദിച്ചപ്പോൾ പോലീസിന് അങ്ങനെ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടില്ല. വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണവും വന്നിട്ടില്ല. ഇനി അറിയേണ്ടത് ഇതെങ്ങനെയാണ് ഈ കെണി വയ്ക്കുന്നത്? ഈ കെണി വയ്ക്കുന്നത് ഏതെങ്കിലും സർക്കാരിന്റെ സ്പോൺസേഡ് ആയ ഒരു പ്രോജക്റ്റ് ആണോ? ഞാൻ ഇന്നലെ വൈകുന്നേരം നടത്തിയ പ്രതിഷേധത്തെ ഒരു രാഷ്ട്രീയമായ നാടകമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഇതെന്താണ് സംഭവിച്ചത് എന്നത് അറിയുന്നതിന് മുൻപ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥി അടക്കമുള്ളവർ ഇന്നലെ നിലമ്പൂർ നഗരത്തിലെത്തി പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആരോടാണ് പ്രതിഷേധിച്ചത്? എന്തിനാണ് പ്രതിഷേധിച്ചത്? എന്നിട്ട് ആദ്യത്തെ വാചകം, ഞാൻ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആര്യാടൻ ഷൗക്കത്ത് ആദ്യത്തെ വാചകം പറയുന്നത് ഇതൊരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് എന്നാണ് പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ ഒരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണോ? അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വന്യജീവി സംഘർഷത്തെയും അതിനെ തുടർന്നുണ്ടാവുന്ന കൊലപാതകത്തെയും ഒന്നായിട്ടും മറ്റൊന്നായിട്ടും തന്നെ കാണണം. ഈ വിഷയത്തെ വ്യത്യസ്തമായി തന്നെ കാണണം എന്നാണ് എൻ്റെ നിലപാട്. കാരണം ഈ വിഷയത്തിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് അവിടെയുള്ള ഇങ്ങനെയുള്ള ചില മനുഷ്യർ. ഇവർ കർഷകരല്ല. ഇവരവിടെയുള്ളൊരു മാഫിയ സംഘത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്. ഇതേപോലെ കാട്ടുമൃഗങ്ങൾ, ഇവർ ഏതെങ്കിലും തരത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുമല്ല കേട്ടോ. ഇവർ പൊതുസമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ഇതേപോലെ കാട്ടുപന്നിയെ ഷോക്കേൽപ്പിച്ച് കെണിയിൽപ്പെടുത്തി കൊലപ്പെടുത്തുന്നതാണ് ഒരു രീതി. രണ്ട് രീതിയിലാണ് ഇങ്ങനെ ഈ പ്രദേശങ്ങളിൽ പന്നിക്കൂട് വയ്ക്കുക എന്നാണ് അത്രേ ഇവരുടെ നാട്ടിൻ പ്രദേശത്തിൽ പറയാറുള്ളത്. അല്ലെങ്കിൽ പന്നിക്കെണി വയ്ക്കുക. രണ്ട് രീതിയിലാണ് അത് ചെയ്യുന്നത്. ഒന്ന്, ഇതേപോലെ KSEBയുടെ ലൈൻ പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് അനധികൃതമായി ഒരു വടിയുടെ സഹായത്തോടു കൂടി ഒരു കേബിൾ എടുത്ത് മുകളിൽ ഘടിപ്പിച്ച് അതിൽ നിന്ന് വൈദ്യുതി വലിച്ച് വലിയൊരു ലൈൻ കടത്തിവിട്ട് ഈ കാട്ടുപന്നിയുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലേക്ക് കടത്തിവിടും. എന്നിട്ട് അവർ പതുങ്ങിയിരിക്കുകയും അതല്ലെങ്കിൽ അവർ തിരികെ വീട്ടിൽ പോവുകയും ചെയ്യും. സാധാരണ ഇത് ചെയ്യുന്നത് രാത്രി 8, 9 അല്ലെങ്കിൽ 10 മണിക്ക് ശേഷമാണ് ഇങ്ങനെ കൃത്രിമമായിട്ട് ഇതേപോലുള്ള ആളുകൾ ഫെൻസിങ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? രാവിലെ ആകുമ്പോഴേക്കും അവർ വീണ്ടും ഇതേ സ്ഥലത്തേക്ക് എത്തി അവിടെ ഷോക്കേറ്റ് കിടക്കുന്ന കാട്ടുപന്നിയും എടുത്ത് കൊണ്ടുപോവുകയും കാട്ടുപന്നിയെ അവർ പൈസയ്ക്ക് വിൽക്കുകയും ചെയ്യും. ഇതാണ് വിനീഷ് അടക്കമുള്ളവർ ചെയ്തതായി നമ്മൾ മനസ്സിലാക്കുന്നത്. വിനീഷ് അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരുന്നത്, വിനീഷും കുഞ്ഞു മുഹമ്മദും അടക്കമുള്ളവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ അയാളുടെ സഹായിയായിട്ട് പ്രവർത്തിച്ചിരുന്നയാളാണ് ഈ കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്നു. ഇനിയും അത് കൺഫർമേഷൻ വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇനി രണ്ടാമത്തൊരു രീതിയുണ്ട്. അത് സാധാരണ കൃഷിയിടങ്ങളിൽ ഇങ്ങനെ 4 പാടും വേലി കെട്ടിത്തിരിക്കുന്നു. ആ വേലി കെട്ടിത്തിരിക്കുന്ന വേലിയുടെ ഭാഗത്ത് തന്നെ ഒരു ലോക്ക് വെച്ചിട്ട് ഇതേപോലെ പന്നിയെ പിടിക്കുന്ന രീതിയുണ്ട്. ആ ലോക്കല്ല ഇത് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, വന്യമൃഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും കൃഷിഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി അളന്ന് തിട്ടപ്പെടുത്തിയെടുത്ത് ഫെൻസിങ് സ്ഥാപിച്ച ഒരു കർഷകൻ സ്ഥാപിച്ച ഫെൻസിങ്ങിൽ നിന്ന് ഒരു കർഷകൻ സ്ഥാപിച്ച വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാളുടെ വിളയെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു സംരക്ഷണ വേലിയിൽ നിന്നുള്ള വൈദ്യുതാഘാതമേറ്റല്ല അനന്തു മരിച്ചത് എന്നുള്ളത് വാസ്തവം. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? അനധികൃതമായി നിങ്ങൾ ഒരു KSEBയിൽ നിന്ന് ലൈൻ വലിക്കുന്നത് സർക്കാരിൻ്റെ സ്പോൺസേഡ് ആയ ഒരു കാര്യമാണോ? ആ അനധികൃതമായിട്ട് ലൈൻ വലിച്ചതിൽ നിന്ന് ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചാൽ അതെങ്ങനെയാണ് സർക്കാരിൻ്റെ കൊലപാതകമാണെന്ന് പറയാൻ കഴിയുക? ഒരു കുട്ടിയെ നിങ്ങൾ ഓടുന്ന KSRTC ബസ്സിൻ്റെ മുന്നിലേക്ക് ഒരാൾ തള്ളിയിട്ട് കൊന്നാൽ
അത് KSRTC ബസ് ഇടിച്ചു കൊന്നു അല്ലെങ്കിൽ സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് എന്ന് പറയാൻ കഴിയുമോ? റെയിൽവേ ട്രാക്കിൽ ഒരാളെ പിടിച്ചു തള്ളിയാൽ റെയിൽവേ വകുപ്പ് റെയിൽവേ ആണ് ഈ പറയുന്ന മരണത്തിന് ഉത്തരവാദി എന്ന് പറയാൻ കഴിയുമോ? അതെങ്ങനെയാണ് പറയാൻ കഴിയുന്നത് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് സർക്കാർ സ്പോൺസേഡ് മർഡർ എന്നുള്ള വാദം ഈ വിഷയത്തിൽ നിലനിൽക്കില്ല. ആ വിഷയം വളരെ പെട്ടെന്ന് തന്നെ വൈകാരികമായി കത്തിക്കാനാണ് അവിടെ ശ്രമിച്ചത് എന്നുള്ളതാണ് നിർഭാഗ്യകരമായ കാര്യം. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ പറയേണ്ട വിഷയം, നേരത്തെ ആന്റോ അഗസ്റ്റിൻ സൂചിപ്പിച്ചതുപോലെ, ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടം മുതൽ UDF പറയേണ്ടിയിരുന്ന വിഷയം ഈ വന്യജീവി മനുഷ്യ സംഘർഷത്തെ തുടർന്ന്, അവിടെ സംഘർഷമൊന്നുമില്ല എന്ന് തന്നെയാണ് എൻ്റെ വാക്ക്, ആ ഹ്യൂമൻ വൈൽഡ് കോൺഫ്ലിക്റ്റ് HWC എന്നുള്ള പദപ്രയോഗം തന്നെ നിലമ്പൂരിലോ വയനാട്ടിലോ ഇടുക്കിയിലോ ജനതയ്ക്ക് ചേരുന്നതല്ല. അവിടെ വന്യജീവി ആക്രമണം എന്ന് തന്നെ നമ്മൾ പറയണം. ആ വന്യജീവി ആക്രമണത്തെ തുടർന്ന് കൊല ചെയ്യപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ എന്തുകൊണ്ടാണ് UDF ആദ്യം ശ്രമിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് അവർ മലബാറിന് പിന്നാലെ പോയത്? മലപ്പുറത്തിന് പിന്നാലെ പോയത്? എന്തുകൊണ്ടാണ് അവർ പെൻഷന് പിന്നാലെ പോയത്? ആ വിഷയം സംസാരിച്ചാൽ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ പ്രശ്നം. അപ്പോൾ ആദ്യത്തെ ഭാഗത്തെ പ്രേക്ഷകരുടെ സംശയം മാറിയിട്ടുണ്ടാവും. ഈ വിഷയം മാത്രമായിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അനന്തുവിൻ്റെ വിഷയം ഒരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകമല്ല. അത് വിനീഷ് എന്ന് പറയുന്ന ഒരു ഈ കാട്ടുപന്നിയെ ഷോക്കേൽപ്പിച്ച് വിൽപ്പനയ്ക്ക് വിൽക്കുന്ന ഒരു മാഫിയ സംഘത്തിലെ ഒരാൾ നടത്തിയ ക്രിമിനൽ കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യത്തിൻ്റെ ഇരയാണ് അനന്തു എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമതെത്തിയാൽ എന്തുകൊണ്ടായിരിക്കും ഇത് പ്രതിപക്ഷം വലിയ ചർച്ച ചെയ്യാത്തത്? ഈ വന്യജീവി സംഘർഷം അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തെ തുടർന്ന് ആളുകൾ കൊല ചെയ്യപ്പെടുന്നത് ഒന്നും രണ്ടുമാണോ? കണക്കുകളൊന്നും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കാട്ടാന ആക്രമണത്തിൽ മാത്രം 199 പേർക്കാണ് 2016 മുതൽ, അതായത് ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. കടുവയുടെ കാര്യത്തിൽ 11, കാട്ടുപന്നികൾ 55 പേരെയാണ് കൊന്നിരിക്കുന്നത്. ഈ കണക്കുകൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ എന്തുകൊണ്ടായിരിക്കും പ്രതിപക്ഷം ഒരു മലയോര കർഷക ജാഥ നടത്തി? അതെന്തിനു വേണ്ടിയായിരുന്നു? വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെടുത്തിയാണ്. വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഭേദഗതി യഥാർത്ഥത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നതിൽ കേന്ദ്രത്തിൽ എത്രമാത്രം ശക്തമായ സമ്മർദ്ദം കേരളത്തിലെ MP-മാർ ചെലുത്തി എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇത് ഞാൻ പറയുന്നത് വെറുതെയല്ല. 2024 നവംബർ മാസത്തിൽ തന്നെ ഈ വിഷയം സൂചിപ്പിച്ചുകൊണ്ട് നവംബർ 27-ാം തീയതി കേരളത്തിൽ നിന്നൊരു മെമ്മോറാണ്ടം കേന്ദ്രമന്ത്രിക്ക് അയച്ചിരുന്നു. എന്തായിരുന്നു ആ മെമ്മോറാണ്ടത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം? വളരെ കുറച്ച് ആവശ്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഷെഡ്യൂൾ 1-ൽ പെടുത്തിയിരിക്കുന്ന ചില മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളെ വേട്ടയാടുന്നതിന് ചില പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റണം. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഷെഡ്യൂൾ 1-ൽ പെട്ടിരിക്കുന്ന മൃഗങ്ങളെ വേട്ടയാടുന്നതിന് വലിയ പരിമിതികളുണ്ട്. നിങ്ങൾക്ക് കടുവയെ വേട്ടയാടി പിടിക്കുന്നത് നരഭോജിയാണെന്ന് ബോധ്യപ്പെട്ടാൽ തന്നെ 6-അംഗ കമ്മിറ്റി, അതിനുശേഷമുള്ള നിർദ്ദേശം, അതിനുശേഷം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ പ്രത്യേക അനുമതി, ആ വൈൽഡ് ലൈഫ് വാർഡനെ തന്നെ ഈ ജീവിയെ ജീവനോടെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നത് ബോധ്യപ്പെടുത്തണം, ട്രാങ്കുലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തണം, ആ ജീവിക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്തണം. ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ബോധിപ്പിച്ചതിന് ശേഷം മാത്രമേ ഷെഡ്യൂളിൽ 1-ൽ പെട്ടിരിക്കുന്ന ഒരു മൃഗത്തെ വെടിവെച്ച് കൊല്ലാൻ പറ്റൂ. ഷെഡ്യൂൾ 1-ൽ പെട്ടിരിക്കുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ്? കടുവ, കാട്ടാന, പുലി, കാട്ടുപോത്ത്, മയിൽ. അതിൽ മയിൽ വിട്ടേക്കൂ. ബാക്കിയുള്ള മൃഗങ്ങളെ വെടിവെക്കണമെങ്കിൽ ഇതാണ് അവസ്ഥ. അത് ഏതെങ്കിലും തരത്തിൽ ഒരു ഓണറി വൈൽഡ് ലൈഫ് വാർഡന് ചുമതല വഹിക്കുന്ന ഒരു സാധാരണ ഷൂട്ടർക്കോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്കോ ആ ഉത്തരവാദിത്വം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഷെഡ്യൂൾ 1-ൽ പെട്ടിരിക്കുന്ന മൃഗങ്ങളെ പോലും ഒരു നിശ്ചിത കാലാവധിയിലേക്ക് വേട്ടയാടാനോ അതല്ലെങ്കിൽ അവയെ വെടിവെക്കാനോ ഉള്ള അവകാശം നൽകണമെന്നുള്ളൊരു പ്രധാനപ്പെട്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ ഇതിനെ തുടർന്ന് ഈ വന്യജീവി സംരക്ഷണ നിയമം 1972 ഭേദഗതി നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ശക്തമായ പ്രതിഷേധം UDF-ൻ്റെ MP-മാരുടെ ഭാഗത്തു നിന്നുണ്ടാവാതെ പോകുന്നത്? കാരണം 1972-ലാണ് ഈ നിയമം വരുന്നത്. ഈ നിയമം കൊണ്ടുവരുന്ന ആരാ? ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമത്തിൽ വളരെ കർശനമായ ചില ഭേദഗതികൾ കൂട്ടിച്ചേർക്കുന്നത് BJP സർക്കാർ. 2022 അവസാനത്തെ ഭേദഗതി വന്നില്ലേ? അതിലൊരു ഭേദഗതിയല്ലേ ഈ 5-ാമത്തെ ഷെഡ്യൂളിലേക്ക് 5-ാമത്തെ ഷെഡ്യൂൾ എടുത്തു കളഞ്ഞു. 5-ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്താ? ക്ഷുദ്രജീവികളായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുമായിരുന്നു 2-ാമത്തെ ഷെഡ്യൂളിലേക്ക് ഉൾപ്പെട്ടിരുന്ന ജീവികളെ. ഉദാഹരണത്തിന് കാട്ടുപന്നി, അത് നമ്മുടെ ഒരു ആവശ്യമാണ്. കാട്ടുപന്നിയെ ഒരു ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളതായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം. ഈ ആവശ്യം എന്തുകൊണ്ടാണ് കേന്ദ്രത്തിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തി നമുക്ക് നേടിയെടുക്കാൻ കഴിയാതെ പോയത്? അപ്പോൾ ഇതേപോലെ നിരവധി കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ വേണ്ടത്ര രീതിയിലുള്ള രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ആ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവാത്തത് കൊണ്ട് തന്നെയാണ് തുടർച്ചയായിട്ട് നമ്മൾക്ക് കേന്ദ്ര സർക്കാരിനോട് ഇത് ഈ വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഒന്നല്ല, പല തവണ നമ്മൾ ആവശ്യപ്പെട്ടു. ഏറ്റവും ഒടുവിൽ 6-ാം തീയതി വീണ്ടും കേരളം കത്തയച്ചില്ലേ? വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം ഭേദഗതി വരുത്തണമെന്നത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 620 കോടി രൂപയുടെ ഒരു പാക്കേജിന് വേണ്ടി നമ്മൾ അപേക്ഷിച്ചിരുന്നു. ആ പാക്കേജ് അടക്കം ഇനിയും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം.
വാസ്തവം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. ഈ നിലമ്പൂർ മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഉയർത്തുന്നുണ്ട്. 621 ലക്ഷം രൂപയുടെ ഈ വന്യജീവി ആക്രമണത്തിൽ നിന്ന് തടയാനുള്ള പദ്ധതികൾ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ വാദം. അതിൽ 621.17 ലക്ഷം രൂപയുടെ പ്രതിരോധ പരിപാടികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്, പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ വാദം. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് സോളാർ വേലി നിർമ്മിച്ചു, 145 കിലോമീറ്റർ ദൂരത്തിൽ, 46.90 കിലോമീറ്റർ ദൂരത്തിൽ സോളാർ തൂക്കുവേലി നിർമ്മിച്ചു, 4.53 കിലോമീറ്റർ ദൂരത്തിൽ ആനക്കിടങ്ങും, 2.37 കിലോമീറ്റർ ദൂരത്തിൽ ആന മതിലും നിർമ്മിച്ചു. നിലമ്പൂർ സൗത്ത് ഡിവിഷനിലെ കരുളായി കാളികാവ് റേഞ്ചിൽ 23.25 കിലോമീറ്റർ സൗരോർജ്ജ തൂക്കുവേലിയും നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. പക്ഷേ ഇത് പോരാ എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇതൊരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് എന്ന UDF-ന്റെ വാദം ഈ വിഷയത്തിൽ വിലപ്പോവില്ല. എന്നാൽ ഇത് വന്യമൃഗ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്ന കർഷകരെയും വിള നശിപ്പിക്കുന്ന കർഷകർക്കും വേണ്ടത്ര നീതി ഉറപ്പാക്കി കൊടുക്കാൻ കേരളത്തിലെ ഭരണപക്ഷത്തിനോ കേന്ദ്രത്തിലെ UDF MP-മാർക്കോ വേണ്ടത്ര സമ്മർദ്ദം ചെലുത്താൻ കഴിഞ്ഞു എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെയല്ല ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്. 230ഓളം പഞ്ചായത്തുകളിൽ മാത്രം ഇത് ഹോട്ട്സ്പോട്ടുകളായി കിടക്കുന്ന പ്രദേശങ്ങൾ, ആ ഹോട്ട്സ്പോട്ടുകളായി കിടക്കുന്ന പ്രദേശങ്ങളിൽ ഈ കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ ഒരു വലിയ സംസ്ഥാന ദുരന്തമായി തന്നെ കണക്കിലാക്കിക്കൊണ്ട് കേന്ദ്രത്തോട് ശക്തമായ പ്രതിഷേധം ചെലുത്താനും, എങ്ങനെയാണോ സാമ്പത്തികമായി നമ്മളെ ഞെരുക്കുന്നതിന് കേരളം കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തത്, സമാനമായ രീതിയിൽ കേന്ദ്രത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ച് ഈ വിഷയം ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് പിന്തുണ കൊടുക്കുകയാണ് UDF-ഉം കോൺഗ്രസും ചെയ്യേണ്ടതാണ് എൻ്റെ വാദം. അതല്ലാതെ അർദ്ധരാത്രി നിങ്ങൾ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലെ റോഡ് അടച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രതിഷേധ യാത്രയല്ല ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള മാർഗമെന്ന് പറയുന്നത്. ഈ വിഷയം പാലക്കാട് നീലപ്പെട്ടി വിവാദം കോൺഗ്രസിനെ തുണച്ചുവെങ്കിൽ ഇന്നലെ അർദ്ധരാത്രിയിൽ നടത്തിയ ഈ അനന്തവുമായി ബന്ധപ്പെട്ട വിഷയം ഒരുപക്ഷെ കോൺഗ്രസിന് തിരിച്ചടിയെ മാറാനുള്ള സാധ്യതയുണ്ട്. നാളെ വഴിക്കടവ് പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുകയാണ്. എന്താണ് കാരണമെന്നറിയാമോ? ഈ ആ പ്രദേശങ്ങളിൽ അടുത്തുള്ള പഞ്ചായത്തുകൾ നോക്കിയാൽ ഇപ്പോൾ പുൽപ്പള്ളി പഞ്ചായത്തിൽ ധാരാളം കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഷൂട്ടർമാർക്ക് അവകാശം കൊടുത്തിട്ടുണ്ട്. ആര് കൊടുത്തു? ഈ ഓണററി വൈൽഡ് ലൈഫ് അധികാരമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരം കൊടുത്തിട്ടുണ്ട്. വഴിക്കടവ് പഞ്ചായത്തിൽ എത്ര കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നു? ആരാ വഴിക്കടവ് പഞ്ചായത്ത് ഭരിക്കുന്നത്? വഴിക്കടവ് പഞ്ചായത്ത് ഭരിക്കുന്നത് ലീഗും കോൺഗ്രസും ചേർന്ന UDF അല്ലേ? ആ നിലമ്പൂരിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്തല്ലേ വഴിക്കടവ് പഞ്ചായത്ത്? ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള പഞ്ചായത്തല്ലേ? ചുറ്റുപാടും വനമേഖലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശമല്ലേ? എന്തുകൊണ്ടാണ് ഈ പ്രദേശത്തെ കാട്ടുപന്നി ആക്രമണത്തിൽ ഇവര് ഷൂട്ടർമാരെ അറേഞ്ച് ചെയ്ത് വെടിവെക്കാത്തതിൻ്റെ കാരണം എന്താണ്? കാരണം തേടി പോകുമ്പോഴാണ് ഇതേപോലുള്ള സംഘങ്ങൾ അവിടെ സജീവമാണ്. അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം ഇതേപോലെ കാട്ടുപന്നിയെ നായാടി വിൽപ്പനയ്ക്ക് വയ്ക്കുന്നൊരു വിഭാഗമുണ്ട്. അതൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരണം എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. മാത്രവുമല്ല, ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഇവർ ഒരു സ്ഥലത്തല്ല ഈ കെണി വയ്ക്കുക. ഇന്ന് വയ്ക്കുന്ന കെണി ഇവിടെ നാളെ ഉണ്ടാവില്ല. ഇവർ വേറൊരു സ്ഥലത്തേക്കാണ് ഇത് കൊണ്ടുപോകുക. ഇതൊക്കെ കൊണ്ടുപോകാൻ എളുപ്പമാണ്. ഒരു മുളയിൽ ആണ് ഈ കേബിൾ കണക്ട് ചെയ്യുന്നത്. ആ മുള വെച്ച് ഇതിലേക്ക് ഇട്ടാൽ മതി, വളരെ എളുപ്പമാണ്. ബാക്കി ആ കേബിൾ അങ്ങ് വലിച്ചിട്ടാൽ മതി ഈ കാട്ടുപന്നി കടന്നു പോകുന്ന വഴിയിൽ. അത് അത്യന്തം അപകടകരമായൊരു രീതിയാണ് എന്ന് KSEB പലതവണ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ എന്തുകൊണ്ടാണ് KSEB ആ വിഷയത്തിൽ ഒരു നടപടി എടുക്കാഞ്ഞത്? നിലപാട് ഇതിപ്പോൾ KSEB മന്ത്രി, വൈദ്യുതി വകുപ്പ് മന്ത്രി പറയുമ്പോൾ അത് നമുക്ക് ഒട്ടും വിശ്വാസയോഗ്യമായ ഒന്നായിട്ട് തോന്നുന്നില്ല. കാരണം പലതവണ ഈ കുഞ്ഞിൻ്റെ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, KSEB ഉദ്യോഗസ്ഥരോട് നേരിട്ട് പോയി പറഞ്ഞിട്ടുണ്ട്, ഫോൺ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ KSEB ഉദ്യോഗസ്ഥരൊന്നും കാര്യമായ നടപടി എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. അതിൻ്റെ അകത്തൊരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട സംഭവമല്ല, അവിടെ ഇഷ്ടംപോലെ KSEB-യിലും പോലീസിലും പരാതി പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് അവിടെ നിർബാധം ഇത് തുടരാൻ കഴിയുന്നുവെങ്കിൽ, വിനീഷിന് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പിന്തുണ ലഭിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ അപകടം. Meet the editors.